നമ്മുടെ യാത്ര കായംകുളം നാട്ടുരാജ്യത്തിന്റെ ചരിത്രവും കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ ചരിത്രവുമാണ്. ഓണാട്ടുകര രാജവംശത്തിനുമേൽ തിരുവിതാംകൂർ നേടിയ വിജയത്തിന്റെ സ്മാരകമാണ് നാം ഈ കാണുന്നത്, കൃഷ്ണപുരം കൊട്ടാരം. ഒരു ചെറിയ പടിപ്പുര കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ഉദ്യാനമാണ് നമ്മൾ കാണുന്നത്. ഇടതുവശത്തായി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച അഞ്ചൽ തപാൽ പെട്ടി കാണാം. അതിനപ്പുറത്തായി ഒരു ബുദ്ധമണ്ഡപം. ആലപ്പുഴയിൽ നിന്നും ലഭിച്ച ബുദ്ധപ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പത്തടി ഉയരമുള്ള കൂറ്റൻ മതിൽക്കെട്ടിനകത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും ഒരു പടിപ്പുരയുണ്ട്. അതും കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ പൂമുഖം. ഇവിടെ നിന്നും ടിക്കറ്റ് വാങ്ങാം. ഒരാൾക്ക് 45 രൂപയാണ് ഫീസ്. വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ 200 രൂപയാകും. മ്യൂസിയത്തിൻ്റെ ഭാഗമായുള്ള ധാരാളം കാഴ്ചവസ്തുക്കൾ ഇവിടെ കാണാം. തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അയൽ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ ഓണാട്ടുകരയും ആക്രമിച്ചു. എന്നാൽ എരിവയിൽ അച്യുതവാര്യർ എന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ കായംകുളം സൈന്യം ശക്തമായി ചെറുത്തുനിന്നു. മാർത്താണ്ഡവർമ്മയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാമയ്യൻ ദളവ അച്യുതവാര്യരെ ചതിയിൽപ്പെടുത്തി വധിച്ചു. അതോടെ ദുർബലമായ കായംകുളം സൈന്യത്തെ മാർത്താണ്ഡവർമ്മ 3 ദിക്കിൽ നിന്നും ഒരേ സമയം ആക്രമിച്ചു. 1746 നൂറനാട് പടനിലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ കായംകുളം രാജാവ് പരാജയപ്പെട്ടതോടെ 13 വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചു. പരാജിതനായ കായംകുളം രാജാവ് നാടുവിട്ടു. 1700-നും 1775-നും ഇടയിൽ കായംകുളം ഭരിച്ചിരുന്ന വീരരവിവർമ്മൻ എന്ന രാജാവ് നിർമ്മിച്ച അന്നത്തെ കൊട്ടാരം ഇടിച്ചു നിരത്തിയ മാർത്താണ്ഡവർമ്മ ഇവിടെ ഒരു പുതിയ കൊട്ടാരം പണിതു. അന്ന് ഇതൊരു 8-കെട്ടായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയായ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള പുതുക്കിപ്പണിതാണ് നാം ഇന്ന് കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം. കേരളീയ വാസ്തുവിദ്യാ സമ്പ്രദായത്തിൽ 1750-നും 1753-നും ഇടയിൽ പണിതീർത്ത ഒരു 16-കെട്ടാണ് കൃഷ്ണപുരം കൊട്ടാരം. 4 നടുമുറ്റവും 22 മുറികളുമുള്ള ഈ കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറുപതിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം പത്മനാഭപുരമായതിനാൽ ഇവിടെ രാജഭരണം നടന്നിട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആദ്യകാലത്ത് ഓല മേഞ്ഞിരുന്ന കൊട്ടാരം പിന്നീടാണ് ഓടുപാകി പുതുക്കിപ്പണിതത്. കൊട്ടാരത്തിലെ നീരാഴിക്കെട്ട് എന്നറിയപ്പെടുന്ന ഭാഗമാണിത്. വെളിയിലുള്ളവർ കാണാതെ കുളിക്കുന്നതിനുള്ള സംവിധാനമാണിത്. ഇവിടെ നിന്നും പടികൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായ ഗജേന്ദ്രമോക്ഷം കാണാം. 18-ാം നൂറ്റാണ്ടിൽ വരച്ചതാണ് 154 ചതുരശ്ര അടിയുള്ള ഈ ചുവർചിത്രം. മൂന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഈ കൊട്ടാരത്തിൻ്റെ പൂമുഖം, കോവേണിത്തളം, നീരാളിക്കെട്ട്, നെല്ലറ, അടുക്കള എന്നിവ താഴെയും അതിഥി മുറികളും മന്ത്രശാലയും കിടപ്പുമുറികളും മുകൾ നിലയിലുമായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഏകദേശം 56 ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരു കോട്ടയ്ക്കകത്തായിരുന്നു മുൻപ് ഈ കൊട്ടാരം. കാലക്രമത്തിൽ കോട്ടമതിലുകൾ നശിച്ചുപോയി. അതോടൊപ്പം കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്ന സ്ഥലങ്ങളൊക്കെ അന്യാധീനപ്പെട്ടു.
സമീപത്തുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും ജീർണിച്ച് ഇല്ലാതാവുകയും ചെയ്തു. ഇന്ന് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന 2.5 ഏക്കർ സ്ഥലം മാത്രമാണ് അവശേഷിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും കേരള ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും വന്ന് കാണാനും മനസ്സിലാക്കാനുമുള്ള ധാരാളം കാഴ്ചകൾ ഇവിടെയുണ്ട്. പ്രസിദ്ധമായ കായംകുളം വാളാണിത്. ഇരുവശത്തും മൂർച്ചയുള്ള ഈ വാൾ ചാവേർ പടയാളികൾ ഉപയോഗിച്ചിരുന്നതാണ്. 2 വശത്തേക്കും ഒരേ സമയം ചുഴറ്റി ആക്രമിക്കാമെന്നതാണ് പ്രത്യേകത. കാട്ടുപള്ളിൽ കുടുംബമാണ് ഇത് നിർമ്മിച്ചിരുന്നത്. കായംകുളം രാജ്യത്തെ സൈന്യത്തിനു മാത്രമുണ്ടായിരുന്ന ഒരു ആയുധമാണിത്. ചരിഞ്ഞ ചെറിയ കിളിവാതിലുകളും കുത്തനെയുള്ള പടികളും ഡച്ചു ശൈലിയിലുള്ള ശുചിമുറിയുമെല്ലാം ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതകളാണ്. കേരളീയ തച്ചുശാസ്ത്രത്തിൻ്റെ മകുടോദാഹരണമാണ് കൃഷ്ണപുരം കൊട്ടാരം. ഈട്ടിയിലും തേക്കിലും ആഞ്ഞിലിയിലും തീർത്ത മരപ്പണികൾ നമുക്കിവിടെ കാണാം. ശുദ്ധവായുവും വെളിച്ചവും ധാരാളം അകത്തേക്ക് കടക്കുന്നതിനായി എഴികളോട് കൂടിയ നിർമ്മിതിയാണിവിടെ. കൊട്ടാരത്തിനു ചുറ്റും എഴികൾ സ്ഥാപിച്ച വരാന്ത നമുക്ക് കാണാം. കൊട്ടാര ഭിത്തികളെ മഴയിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു വാസ്തുവിദ്യാ രീതിയാണിത്. കൊല്ലം ആലപ്പുഴ ദേശീയ പാതയിൽ ഓച്ചിറയ്ക്കും കായംകുളത്തിനും ഇടയിലാണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് പ്രവേശന സമയം. തിങ്കളാഴ്ചകളിൽ കൊട്ടാരവും മ്യൂസിയവും തുറന്നു പ്രവർത്തിക്കുകയില്ല. കൊട്ടാരത്തിൻ്റെ പൂമുഖത്തു നിന്നും അടുക്കള ഭാഗത്തേക്ക് പ്രവേശിക്കാനായി ഒരു വാതിൽ കൂടിയുണ്ട്. ഇതുവഴി അകത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു നടുമുറ്റത്തേക്കാണ്. വലതുവശത്തായി അടുക്കള. നിരനിരയായി അടുക്കിയിട്ടുള്ള അടുപ്പുകൾ നമുക്ക് കാണാം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച പഴയകാല സാമഗ്രികൾ നമുക്കിവിടെ കാണാം. ശുദ്ധവായുവും വെളിച്ചവും കയറാനായി ഇവിടെയും എഴികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അകത്തു നിന്നും വെള്ളം കോരാവുന്ന രീതിയിൽ നിർമ്മിച്ച ഒരു കിണറാണിത്. തടിയിൽ തീർത്ത കപ്പിയാണ് ഒരു പ്രത്യേകത. ആദ്യകാലത്ത് ഓലമേഞ്ഞിരുന്ന കൊട്ടാരം പിന്നീടാണ് ഓടുപാകി പുതുക്കി പണിതത്.
കൊട്ടാരത്തിന് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളം കൊട്ടാരത്തിനകത്തേക്ക് കാണാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കെട്ടിടത്തിനകത്ത് ഒരേ താപനില നിലനിർത്താനായി സഹായിക്കുന്നു. ഈ കുളത്തിൽ നിന്നും വെളിയിലേക്ക് ഒരു തുരങ്കമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഇടക്കാലത്ത് നാശോന്മുഖമായിരുന്ന കൃഷ്ണപുരം കൊട്ടാരം കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നവീകരിക്കുകയും ഇവിടം ഒരു സംരക്ഷിത സ്മാരകവും മ്യൂസിയവും ആക്കി മാറ്റുകയും ചെയ്തു. കൊട്ടാരങ്ങളെല്ലാം തന്നെ പഴയകാല വാസ്തുവിദ്യയുടെയും അക്കാലത്തെ ഭരണാധികാരികളുടെ ജീവിക്കുന്ന സ്മാരകങ്ങളുമാണ്. ഒരു രാജവംശത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും കണ്ട വലിയ നിർമ്മിതികൾ. പകയുടെയും ചതിയുടെയും വിജയത്തിൻ്റെയും അരമന രഹസ്യങ്ങളുടെയും നിരവധി കഥകൾ അവയ്ക്ക് നമ്മോട് പറയാനുണ്ടാവും. അതുപോലെ കൃഷ്ണപുരം കൊട്ടാരത്തിനുമുണ്ടാവും നാം അറിയാത്ത ഒരുപാട് കഥകൾ പറയാൻ.